കല്യാണം കഴിഞ്ഞാല് പാരന്റ്സിന്റെ കൂടെ താമസിക്കുന്നതിനുള്ള ഒരുപാട് ഇഷ്യൂസ് പലയിടത്തും ഉണ്ട്. ജസ്റ്റ് ഇമാജിൻ ഇഫ് യു ഗോയിങ് ടു യുവർ വൈഫ്സ് ഹൗസ് ഇറ്റ് വിൽ ബി സോ ഡിഫിക്കൽട്ട് ഫോർ യു ടു അഡ്ജസ്റ്റ്. അപ്പൊ നമ്മൾ എന്ത് പറയും, നമുക്ക് അങ്ങ് തിരിച്ചു പോവാന്ന് പറയും. വന്ന ഒരു കേസാണ് എന്ന് വെച്ചാൽ കുഞ്ഞിനെ കാണാൻ ഭയങ്കര താല്പര്യമാണ്, പ്രസവിച്ച് ഭാര്യയുടെ വീട്ടിൽ കിടക്കുവാണ്, കുഞ്ഞിനെ കാണാണ്ടിരിക്കാൻ അപ്പന് വയ്യ, കുഞ്ഞിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്, പക്ഷെ അവിടെ നിൽക്കാൻ പുള്ളിക്ക് പറ്റത്തില്ല, അവിടെ പേരൻസ് ഉള്ളത് കൊണ്ട് പുള്ളി നേരെ ഇങ്ങനെ വരും. കുറച്ച് നേരമെങ്കിലും കുഞ്ഞിനോട് നിന്നൂടെ, എൻ്റെ കൂടെ നിന്നൂടെ. വൈഫ് ചോദിക്കുന്നത്, ഞാൻ ബാക്കി എല്ലാ സമയവും അവിടെ അല്ലേ നിൽക്കുന്നത്, ആകെ ഈ ഒരു ടൈമല്ലേ ഞാൻ ഇവിടെ നിൽക്കുന്നുള്ളൂ, അപ്പൊ എന്തുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ തരും. അപ്പൊ പുള്ളി പറഞ്ഞു, എനിക്കെങ്കിലും പോയി അവിടെ നിന്ന് ശരിയല്ല. അപ്പൊ ഞാൻ പുള്ളിയോട് ചോദിച്ചു, അപ്പൊ 4 ചോദിക്കേ, ബാക്കി 365 ഡേയ്സും ആൾ എവിടെ നിൽക്കുന്നത്, അപ്പൊ 2 വശം ചിന്തിക്കണം. അപ്പം ഞാൻ ഇതിലേക്ക് ഞാൻ വീണ്ടും വരുന്നത്, നിങ്ങളുടെ ഒരു നല്ല വാക്ക്, നിങ്ങളുടെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള രീതി, എനിക്ക് നിന്നെ മനസ്സിലാവുന്നുണ്ട്, നീ എന്തിലൂടെ കടന്നു പോകുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ കൂടെ ചേർത്ത് നിർത്തുമ്പോൾ കുറേയൊക്കെ അവിടെ പ്രശ്നങ്ങൾ ഒഴിവാകും. പകരം നമ്മൾ അമ്മയുടെ അച്ഛൻ്റെയും സൈഡ് പിടിച്ചുകൊണ്ട് എല്ലാവരും കൂടെ ചേർന്ന് ആളെ കോർണർ ചെയ്യുമ്പോഴാണ് പ്രോബ്ലംസ് വഷളാവുന്നത്. ഒരുപാട് കേസ് നമുക്ക് അങ്ങനെ വരുന്നുണ്ട്. നമ്മൾ അച്ഛനെ അമ്മയെ കുറ്റം പറയണ്ട, പക്ഷെ വൈഫിനെ തള്ളി പറയല്ലേ. ഒരു ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ അവർക്ക് ടെൻഷൻ കൂടുതലാണ്, ദേഷ്യം കൂടുതലാണ്. നമ്മളും അതേ ഏജിലോട്ട് പോകുമ്പോൾ അതേ ഹൈപ്പർ ടെൻഷൻ ഒക്കെ നമുക്കും അതേപോലെ വരും. അപ്പൊ അതുകൊണ്ട് അത് വൈഫിനെയും രണ്ടുപേരുടെ ഇടയ്ക്ക് നിന്ന് രണ്ടുപേരെയും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാതെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നുള്ളതിലാണ് കാര്യം.